പോകുന്നതാണ് 15. അതിനാദ്യം എഴുതേണ്ട എഫ് ആണ്. അപ്പൊ നമുക്ക് എഫ് എഴുതാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഒരു ഇ വരയ്ക്കാൻ പോകുന്നത്. ഇതിന്റെ സ്പെല്ലിംഗ് എന്താ? ഇ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വരയ്ക്കാം. ഈ സൗണ്ട് അല്ലേ? സ്പെല്ലിംഗ് പറ. ഇനി നമുക്ക് ഈ വരച്ചതിന് ശേഷമാണ് നമുക്ക് എഫ് വരയ്ക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ഇ വരയ്ക്കണം. ഇനി ഡബിൾ ഇ വരയ്ക്കണം. അതിന് ശേഷം നമുക്ക് എൻ വരയ്ക്കാം. അതിന് ശേഷം നമുക്ക് 6 വരയ്ക്കാം. 6 അല്ലല്ലോ, 15 കഴിഞ്ഞ 16 വരയ്ക്കാം നമുക്ക്. ഓക്കേ, ആദ്യം നമുക്ക് എഫ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇ. അതിന്റെ സൗണ്ട് അതിന്റെ സൗണ്ടാണ് ഇ. അതിന്റെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഏതാ? എസ് ഐ. പിന്നെയാണ് നമുക്ക് കിട്ടുന്നില്ല. ഏതാ? എക്സ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എക്സ് വരച്ചതിന് ശേഷം നമുക്ക് ടി തന്നെ വരയ്ക്കാം. അതിന് ശേഷമാണ് നമുക്ക് വേണ്ടത് ഡബിൾ ഇ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുഴപ്പമില്ല. ഈ രണ്ടെണ്ണം വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വരയ്ക്കേണ്ടത് നമ്മളെ എണ്ണയാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ 16 വരച്ചു. ഇനി 17 വരയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അതിന് ഞാൻ എസ് തന്നെ എടുത്തത്. അടുത്ത ഇ ആണ് കേട്ടോ കൊടുക്കേണ്ടത്. ഇനി വി വരണമെങ്കിൽ വി ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ വി കൊടുത്തിട്ട് ഇനിയും എൻ വരയ്ക്കാൻ പോകുന്നതാണ്. എന്നോ ഈ വരയ്ക്കാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എൻ വരയ്ക്കാൻ പോകുന്നത്. അതിന് ശേഷം ഞാൻ ടി വരയ്ക്കാം. അതിന് ശേഷം ഡബിൾ ഇ വരയ്ക്കും. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇ വരയ്ക്കേണ്ടത്. എന്ന് വരയ്ക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് 18 വരയ്ക്കാൻ പോവാം. ആദ്യം നമ്മൾ എടുക്കേണ്ട വാക്കുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും. അപ്പൊ നമുക്ക് ഇ വരയ്ക്കാം. അപ്പൊ നമ്മൾ ഇ വരച്ചിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ സ്പെല്ലിങ്. ഇ എന്ന് കഴിഞ്ഞിട്ട് വേറെ ഇ ഡബിൾ വേറെ ഇ ഉണ്ട്. അത് ഇ അല്ല, അത് അതിന്റെ സൗണ്ട് ഐ വരാൻ പോവുകയാണ്. ഐ എഴുതിയതിന് ശേഷം നമുക്ക് ജി കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മളെ ഇ കൊടുക്കേണ്ടത്. എന്തോ അതെങ്ങനെ? എൻ കൊടുക്കേണ്ടത്. എന്നാണോ? എച്ച് കൊടുക്കേണ്ടത്. നമ്മളിപ്പോ എച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ടി വരയ്ക്കാവുന്നതാണ്. നമ്മൾ ടി വരച്ചിട്ടുണ്ട്. എന്നാലും ഡബിൾ ഇ ഇതൊന്നും പറ്റൂല. അവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇ തന്നെയാണ്. നേരത്തെ എഴുതിയ ഇ തന്നെ മതി. നമ്മൾ ഡബിൾ ഇ ആണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ശേഷമാണ് നമുക്ക് എൻ വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 19 വരയ്ക്കാൻ പോകുന്നത്. അത് നമുക്ക് എൻ വരച്ചതിന് ശേഷം ഇ എന്ന് വരയ്ക്കണം. ഐ വരയ്ക്കണം. അപ്പൊ നമ്മൾ ഐ വരച്ചതിന് ശേഷം വീണ്ടും എൻ വരയ്ക്കണം. അതിനുശേഷമാണ് നമുക്ക് ഇ വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഡബിൾ ഇ വരുന്നത്. ഡബിൾ ഒരു ഇ വരുന്നത്. അതിനുശേഷം നമുക്ക് ഡബിൾ ഇ വരച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മളെ ഇത് റെഡി ആയത്.
ശേഷം 20. അതിനുശേഷം വരുന്നതാണ് 20. അപ്പൊ നമുക്ക് അത് എഴുതാം. ആദ്യം വേണ്ടത് നമുക്ക് ഒരു T ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ T കൊടുക്കാം. ഇനി അടുത്തത് W എഴുതി. ഇനി വേണ്ടതാണ് നമ്മൾ E. അപ്പൊ നമ്മൾ E വരച്ചിട്ട് T വരയ്ക്കണം. ഒന്നുകൂടി ഒരു T കൂടി വേണം. T 12. 20. 20. അതിനിപ്പോ എന്തായിരിക്കും? 10. 12 വരണമെങ്കിൽ എന്തായിരിക്കും? ഇനി അടുത്ത് എന്ത് വരും? TWE 12. N വരണമെങ്കിൽ വെരി ഗുഡ്. നമുക്ക് അപ്പൊ N എഴുതി കൊടുക്കാം. അപ്പൊ നമ്മൾ N എഴുതിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇത് ആകെ കുറച്ചായിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി കൂടി റെഡി ആയി കഴിഞ്ഞാലേ നമ്മളെ ഈ സ്പെല്ലിംഗ് കറക്റ്റ് 20 ആക്കൂ. 20 ആക്കണമെങ്കിൽ അടുത്ത് എന്ത് വരും? T വരുമ്പോ എന്ത് വരും? T. ഒന്നുകൂടി ഒരു T മാറ്റിയാലോ? ചെയ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒരു T വരയ്ക്കാം. അതിനുശേഷം G. എന്ന് വരണമെങ്കിൽ ഈ ഡബിൾ No. Y. Y ആണ് എഴുതേണ്ടത്. അപ്പൊ Y എഴുതാൻ പോവാം. അപ്പൊ നമ്മൾ Y അങ്ങനെയാണോ എഴുതാ? Y എഴുതിയിട്ടുണ്ട്. Y അങ്ങനെയാണോ തെറ്റ്? Y ശരിയാക്കും. നമുക്ക് X, Y.